വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദയംഗമമായ സ്വാഗതം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളുമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാർപ്പാപ്പ അനേകം പ്രസംഗങ്ങൾ ഒരാഴ്ചയിൽ നടത്തുന്നുണ്ട്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രസംഗങ്ങളാണ് ഈ പ്രോഗ്രാമിൽ നമ്മൾ മലയാളിക്ക് പരിചയപ്പെടുത്തുക. കഴിഞ്ഞ എപ്പിസോഡുകളിൽ മാർപ്പാപ്പ പ്രത്യേക അവസരങ്ങളിൽ പറഞ്ഞ പ്രസംഗങ്ങളാണ് നാം അവതരിപ്പിക്കാൻ ശ്രമിച്ചത് എങ്കിൽ അടുത്തു വരുന്ന ചില പ്രസംഗങ്ങൾ മാർപ്പാപ്പ ബുധനാഴ്ചകളിൽ നടത്തുന്ന വെനസ്ഡേ കാറ്റക്കേസിസ് മതബോധനം പരമായി നടത്തുന്ന പ്രസംഗങ്ങളാണ് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം മാർപ്പാപ്പ കുറേ നാളായി എല്ലാ ബുധനാഴ്ചയും വിശ്വാസത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. കൂദാശകളെക്കുറിച്ചും മനോഹരമായ പ്രബോധനങ്ങൾ നൽകി. ഇപ്പോൾ മാർപ്പാപ്പ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ്, ക്രൈസ്തവ പ്രാർത്ഥനയെക്കുറിച്ച്. ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതിനൊരു പ്രത്യേകമായ കാരണമുണ്ട്. നോയമ്പ് പ്രാർത്ഥനയുടെ ഒരു സമയമാണ്, പ്രായശ്ചിത്ത പ്രവൃത്തികളുടെ ഒരു സമയമാണ്, ദാനധർമ്മത്തിൻ്റെ ഒരു സമയമാണ്. മറ്റൊരു വാക്കിൽ മനോഹരമായി പറഞ്ഞാൽ പുണ്യം പൂക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം പ്രാർത്ഥന തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പരിശുദ്ധ പിതാവ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഈ നോയമ്പ് കാലത്തിൽ നമ്മൾ ശ്രവിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ ഇടയാകുമെന്ന വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഞാൻ മാർപ്പാപ്പയുടെ ഈ പ്രസംഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ജനുവരി 16 മാർപ്പാപ്പ പറഞ്ഞ പൊതുദർശന വേളയിൽ പറഞ്ഞ പ്രസംഗമാണ് ആദ്യമായി നമ്മുടെ പരിചിന്തനത്തിനായി നൽകുന്നത്. 6-ാം പൗലോസ് മാർപ്പാപ്പയുടെ നാമത്തിലുള്ള ഹാളിലാണ് മാർപ്പാപ്പ ഈ പ്രസംഗം നടത്തിയത്. മഞ്ഞുകാലം, തണുപ്പ് കാലത്ത് സാധാരണഗതിയിൽ ഈ ഓഡിയൻസ് വെനസ്ഡേ കാറ്റക്കേസിസ് നടത്തുന്നത് ഈ ഹാളിലാണ്. ഇറ്റാലിയൻ ഭാഷയിലാണ് മാർപ്പാപ്പ പ്രസംഗിച്ചത്. മാർപ്പാപ്പ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാമല്ലോ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒരു മതബോധനപരമായി അവതരിപ്പിക്കുകയാണെങ്കിൽ 4 രീതിയിൽ അത് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് വിശ്വാസം, നമ്മുടെ വിശ്വാസം എന്താണ് എന്നുള്ള ഒരു പ്രബോധനം. മാർപ്പാപ്പ അത് നടത്തി മനോഹരമായി. വിശ്വാസ പ്രമാണം വ്യാഖ്യാനിക്കുന്നത്, അതിൻ്റെ അർത്ഥം പറഞ്ഞു തരുന്നതാണ് അത്. മറ്റൊരു കാര്യം, ഈ വിശ്വാസം നമ്മൾ എങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത്, ആചരിക്കുന്നത് എന്നതാണ്. കൂദാശകളാണ് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആചരണങ്ങൾ. അതുകൊണ്ടാണ് മാർപ്പാപ്പ കൂദാശകളെക്കുറിച്ച് പറഞ്ഞത്. ഇതെങ്ങനെ ജീവിക്കും എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ജീവിക്കാനുള്ള വിശ്വാസം ജീവിക്കുന്നത് പ്രമാണങ്ങളുടെ, ദൈവവചനത്തിൻ്റെ അനുസരണത്തിലൂടെയാണ്. അതുകൊണ്ടാണ് 10 കൽപ്പനകളെക്കുറിച്ചുള്ള വിശദീകരണം മാർപ്പാപ്പ നൽകിയത്. 4-മതൊരു ഘടകം വിശ്വാസം ജീവിക്കുന്നതിൽ അടങ്ങിയിരിക്കുന്നത് പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ് അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചൊരു ചിത്രം നമ്മുടെ മുമ്പിൽ ഉരുത്തിരിഞ്ഞു വരും. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നാം എടുത്ത് വായിക്കുകയാണെങ്കിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ 4 രീതികളിലൂടെയാണ്. അതിന് 4 പില്ലേഴ്സ്, സ്തംഭങ്ങൾ ആയിട്ടാണ് കാണുന്നത്. വിശ്വാസ പ്രമാണം, കൂദാശകൾ,
10 കൽപ്പനകൾ, സ്ഥിരസഭയുടെ കൽപ്പനകളും പിന്നീട് അതിൽ പെടും പ്രാർത്ഥനകൾ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തത്വത്തിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ട് തന്നെയാണ്, ആ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് പ്രാർത്ഥനയെയും അവതരിപ്പിക്കുന്നത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മുടെ പരിചിന്തനത്തിന് പാപ്പ അവതരിപ്പിക്കുകയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുകയാണ്. ഈ പ്രസംഗത്തിലെ മാർപ്പാപ്പ പറഞ്ഞു, ആദ്യത്തെ ആ പദങ്ങൾ തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന ആ പദം തന്നെ സുവിശേഷത്തിൻ്റെ നവീനത മുഴുവനും സംക്ഷേപമായി അവതരിപ്പിച്ചിരിക്കുന്നതാണ്. അതാണ് മാർപ്പാപ്പയുടെ നിലപാട്. അത് മനോഹരമാണ്. ആബ എന്ന അറാമായ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ സവിശേഷമായ പ്രാധാന്യം പാപ്പ വിശദീകരിച്ചു. ഒരു കണക്കിൽ പറഞ്ഞാൽ ലളിതമായ ഒരാശയം വളരെ മനോഹരമായി വിശദീകരിച്ച് സമയമെടുത്താണ് മാർപ്പാപ്പ അന്ന് അവിടെ കൂടിയ ആളുകളോട് പറഞ്ഞത്. അത് നമ്മോടും പറയുന്ന വാക്കുകളാണല്ലോ. നമ്മുടെ ബന്ധം ആ വാക്കുവഴി കിട്ടുന്നത് ഒരു ശിശുവിന് തൻ്റെ പിതാവുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന പദമാണ് ആബ എന്ന പദം. അത് അറമയ പദമാണ്. അത് തർജ്ജിമ ചെയ്യാതെ തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് ദൈവവുമായുള്ള ഒരു വിശ്വസ്തത, ആർദ്രത, അതിൽ പണിതുയർത്തപ്പെട്ട ഒരു ബന്ധമാണ് നമുക്കുള്ളത്, ക്രിസ്ത്യാനികൾക്കുള്ളത് എന്ന് സൂചിപ്പിക്കുന്ന വാക്കുകളാണത്. മാർപ്പാപ്പ തൻ്റെ പ്രസംഗം ആരംഭിച്ചത് എല്ലാവർക്കും, കാരണം ഒരു 11 മണിക്കാണ് മാർപ്പാപ്പയുടെ പ്രസംഗം വത്തിക്കാനിൽ അരങ്ങേറുന്നത്. എല്ലാ ബുധനാഴ്ചകളിലും 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണത്. അതിൽ പല കാര്യങ്ങളുണ്ട്. പ്രബോധനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരെങ്കിലുമൊക്കെ സ്വാഗതം പറയുന്ന പരിപാടിയുണ്ട്. വ്യക്തിപരമായ ആളുകളെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ വരും. 1 മണിക്കൂർ നേരമാണ് എല്ലാം കൂടി എടുക്കുന്നത്. ഈ പ്രാർത്ഥന, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, പിതാവേ എന്ന വാക്കിൽ ആത്യന്തികമായി കേന്ദ്രീകൃതമായിരിക്കുന്നു എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. ആഭാ, ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈശോ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുള്ളൊരു വായന, വിശുദ്ധ ഗ്രന്ഥ വായന നടത്തിക്കൊണ്ടാണ് മാർപ്പാപ്പ തൻ്റെ പ്രസംഗം ആരംഭിച്ചത്. നമ്മൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 15 ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ, പിതാവേ എന്ന് ദൈവത്തെ വിളിക്കുന്നത്. പൗലോസ് ലീഹായുടെ മനോഹരമായ ഒരു വചനമാണിത്. പൗലോസ് ലീഹ ഒരിക്കൽ മാത്രമല്ല, പിന്നീടും ഇത് ആവർത്തിക്കുന്നുണ്ട്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6 ഈ ആശയം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ, പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു, തന്നിരിക്കുന്നു. ഒരേ ആശയം തന്നെയാണ്. അത് മാർപ്പാപ്പ പറയുകയാണ്, സുവിശേഷത്തിൻ്റെ എല്ലാ ലാവണ്യവും സംക്ഷിപ്തമാക്കുന്ന ദൈവസ്തുതിയാണ്. പൗലോസ് ലീഗ അത് 2 പ്രാവശ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മാർപ്പാപ്പ പറയുന്നു, ഇത് നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് അനുഭവിക്കേണ്ട കാര്യമാണ്. ഈശോയെ വ്യക്തിപരമായി കണ്ടുമുട്ടുകയും അവിടുത്തെ പ്രബോധനം കേൾക്കുകയും ചെയ്ത ക്രൈസ്തവൻ പിന്നീട് ഒരിക്കലും ദൈവത്തെ ഭയപ്പെടേണ്ട ഒരു സ്വേച്ഛാധിപതിയായി കാണുകയില്ല. അവന് കാണാൻ പറ്റില്ല, പേടിയില്ല.
പേടി മാറുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമേ അവനെ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ പിന്നീട് ഒരിക്കലും ഭയപ്പെടുകയില്ല. മാർപ്പാപ്പ ആവർത്തിച്ചത് പറഞ്ഞു. തൻ്റെ ഹൃദയത്തിൽ അവൻ ദൈവത്തിൽ വിശ്വസിക്കും. ഹൃദയം ആ ഒരു വലിയ അനുഭവത്തിൽ അവൻ ജീവിക്കും. സ്രഷ്ടാവായ ദൈവത്തെ അവൻ അഭിസംബോധന ചെയ്യുന്നത് പിന്നീട് ഇങ്ങനെയായിരിക്കും. അതാണ് ഇവിടെ ഈശോ ഉപയോഗിച്ചത്. പിതാവേ, ആബാ, മലയാളത്തിലേക്ക് അങ്ങ് പറഞ്ഞാൽ അപ്പച്ച എന്നേ അവൻ ദൈവത്തെ അഭിസംബോധന ചെയ്യുകയുള്ളൂ. ആ ഒരു അഭിസംബോധനയോടെ ആയിരിക്കും അവൻ ദൈവത്തോട് സംസാരിക്കുന്നത്. മാർപ്പാപ്പ തുടർന്ന് പറഞ്ഞു, ആബാ എന്ന ആവിഷ്കരണം ക്രൈസ്തവർക്ക് അത്ര പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ തന്മയീഭാവം, അതുമായിട്ടുള്ള ഒരു താതാത്മ്യപ്പെടൽ അവിടെ എപ്പോഴും പെടണം എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പുതിയ നിയമം നമ്മൾ വായിച്ചാൽ അറമയ ഭാഷാ പദങ്ങൾ ചിലത്, ആ പദപ്രയോഗങ്ങൾ ഗ്രീക്ക് ഭാഷയിലേക്ക്, പുതിയ നിയമം എഴുതപ്പെട്ടിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലാണല്ലോ, പരിഭാഷപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ അത്യപൂർവമാണ്, വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ എന്ന് മാർപ്പാപ്പ പറഞ്ഞു. ഈശോയുടെ തന്നെ വാക്കുകൾ ഈ അറമയ പദങ്ങളിൽ സാക്ഷ്യമെന്ന നിലയിൽ പുതിയ നിയമം കാത്ത് സംരക്ഷിക്കുകയാണ്. ഈശോയുടെ ഭാഷാ ശൈലിയെ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ ആദരിക്കുകയാണ് ചെയ്തത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആദ്യ പദങ്ങളിൽ ക്രൈസ്തവ പ്രാർത്ഥനയുടെ സമൂലമായ ഒരു പുതുമയാണ് നാം കണ്ടെത്തുന്നത് എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. അതാണ് ശരി. ഇവിടെ പിതാവേ എന്ന പ്രതിരൂപം, അതൊരു പ്രതിരൂപമായിട്ടാണല്ലോ നിൽക്കുന്നത്. ദൈവിക രഹസ്യവുമായി നമ്മെ ബന്ധിപ്പിക്കുവാനുള്ള ഒരു ലഘുവായ അടയാളമെന്ന ധർമ്മം മാത്രമല്ല നിർവഹിക്കുന്നത്, മറിച്ച് ഈശോയുടെ പ്രപഞ്ചം സമ്പൂർണമായി നമ്മുടെ ഹൃദയത്തിലേക്ക് നിർഗളിക്കുന്ന ഒരു സാഹചര്യമാണ് അതുവഴി സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ നാം അത് ആ തരത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വളരെ വൈകാരികമായി, വളരെ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും എന്നതാണ് സത്യം. ആബ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഗാഢ സൗഹൃദത്തെക്കാൾ വളരെ കൂടുതലാണ്. ഒരു ഗാഢ സൗഹൃദം മാത്രം സൂചിപ്പിക്കുകയല്ല, ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്യുന്നതിനേക്കാളും ഹൃദയസ്പൃക്കാണ് ആബ എന്ന പദം. പിതാവേ എന്ന് വിളിക്കുമ്പോൾ അല്പം ഒരു അകൽച്ചയുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പലപ്പോഴും നമ്മളത് മലയാളത്തിലേക്കൊക്കെ അങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവർ ഹെവൻലി ഫാദർ, ആ വാക്ക് അങ്ങനെ പറയുമ്പോൾ ഒരു ന്യൂട്രലായി പോകുന്ന ഒരു പ്രതീതി ചിലപ്പോൾ നമുക്കുണ്ടാകാം. അതിനാലാണ് മാർപ്പാപ്പ പറയുന്നു, ആബ എന്ന പദത്തെ അറമയ, ആ പദം അറമയാണ്. നമുക്ക് തർജ്ജമ ചെയ്യാവുന്ന, ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുകയാണെങ്കിൽ ഡാഡി എന്നേ നമുക്കത് തർജ്ജമ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മലയാളത്തിലാണെങ്കിൽ അപ്പച്ച എന്ന് നമ്മൾ വിളിക്കേണ്ടതാണ്. അങ്ങനെ പരിപോഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെന്നും പറയുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പച്ച എന്ന് വിളിക്കുമ്പോൾ അവിടെ കുറേ കൂടി ഒരു ഹൃദയസ്പൃക്കായ ഒരു അനുഭവം നമുക്കുണ്ടാകും. അങ്ങനെ നിർദ്ദേശിക്കുന്ന ആളുകളുണ്ട് എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തി. ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഡാഡി അല്ലെങ്കിൽ അപ്പച്ച എന്ന് ചൊല്ലണം എന്ന് മാർപ്പാപ്പ ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ ഡാഡി എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ഹൃദയത്തോടെ ഒരു ശിശുവിന് തൻ്റെ ഡാഡിയുമായുള്ള ഒരു ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ രീതിയിൽ നമുക്ക് ദൈവവുമായി ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഉണ്ടാകണം. ആ അർത്ഥത്തിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കണം
എന്ന് മാർപ്പാപ്പ നമ്മളെ വളരെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മാർപ്പാപ്പ ഒരാശയം നമ്മുടെ ഉള്ളിലേക്ക് ശക്തമായി കടന്നു വരാനിടയാകണം എന്ന ചിന്തയോടെയാണ് ഈ പ്രസംഗം നടത്തിയിട്ടുള്ളത്, ഈ ഒരു പ്രബോധനം നൽകിയിട്ടുള്ളത്. സ്വർഗസ്ഥനായ പിതാവേ എന്ന ഈ പ്രയോഗം ശൈശവത്തിൽ നമ്മിൽ രൂപപ്പെടുന്ന ഒരു വാത്സല്യത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും വികാരം നമ്മിൽ ഉണർത്താൻ വരേണ്ടതാണ്. ഒരു പിതാവിനൊരു ശിശുവിനോട് തോന്നുന്ന വലിയ ആർദ്രത, പൂർണ്ണമായി പിതാവിനാൽ ആശ്ലേഷിക്കപ്പെടുന്ന ഒരു കുട്ടിയുടെ അനുഭവം നമ്മിൽ സൃഷ്ടിക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പ്രാർത്ഥന നമുക്ക് വലിയ അനുഭൂതിയും അനുഗ്രഹവുമായി തീരുന്നത്. പിതാവേ എന്ന് വിളിക്കുമ്പോൾ പിതാവ് നിലകൊള്ളുന്നത് ഒരു കുഞ്ഞിൻ്റെ അപ്പൻ എന്ന നിലയിലാണ്. നമ്മുടെ എല്ലാം പിതാവ് എന്ന നിലയിൽ, നമ്മളെല്ലാം മക്കളെന്ന നിലയിൽ പിതാവിനെ വിളിക്കുക പുതിയ നിയമത്തിൻ്റെ നവീനതയാണത്. വേറെ എങ്ങും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരു രീതിയില്ല. അതുകൊണ്ട് മാർപ്പാപ്പ അവിടെ കൂടിയിരുന്ന ആളുകളോട് പറഞ്ഞു, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഔചിത്യത്തോടെ പ്രാർത്ഥിക്കാൻ നാം ശിശുവിൻ്റെ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കണം. എല്ലാം തികഞ്ഞവനായ സ്വയം പര്യാപ്തനായ ഒരു ഹൃദയത്തോടെ നമ്മൾ അവിടെ നിന്നാൽ ഈ പ്രാർത്ഥന ഫലദായകമാവുകയില്ല. നമുക്ക് ഉചിതമായി പ്രാർത്ഥിക്കാനും പറ്റില്ല. മറിച്ച് പിതാവിൻ്റെ കരങ്ങളിൽ, നമ്മുടെ അപ്പച്ചൻ്റെ കരങ്ങളിൽ, ഡാഡിയുടെ കരങ്ങളിൽ ഇരിക്കുന്ന ഒരു ശിശുവിനെ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഈ പദം നമ്മെ ക്ഷണിക്കുകയാണ്. ആബ എന്ന വാക്കിൻ്റെ അർത്ഥം വളരെ നന്നായി സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഈശോയ്ക്ക് ഈ പദത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കണമെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം നാം വായിക്കണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ കാരുണ്യവാനായ പിതാവിൻ്റെ ഉപമ നമ്മളവിടെ കാണും. ധൂർത്തപുത്രൻ്റെ കഥയാണ് അവിടെ നമ്മൾ കാണുന്നത്. ആ കഥയിലെ പിതാവാണ് ദൈവം എന്ന് മാർപ്പാപ്പ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഉപമ വായിച്ചതിന് ശേഷം നാം പ്രാർത്ഥിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് കൂടുതൽ നിറവും അർത്ഥവും കിട്ടുമെന്നും പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുകയാണ്. തൻ്റെ പുത്രൻ പറഞ്ഞ നിഷേധാത്മക വാക്കുകൾ, അപ്പച്ചനോട് എന്ത് പറഞ്ഞാൽ അവൻ പോയത്, അവനോട് കൂടി ആയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, എനിക്ക് തരാനുള്ള തരണം എന്ന് പറഞ്ഞ് അവനെ വിട്ടുപോയ അത് ഓർത്തിരിക്കാത്തൊരു പിതാവിൻ്റെ ചിത്രം. അവൻ പറഞ്ഞ വാക്കുകളും പോയതും ചെയ്തതും ഓർക്കാത്തൊരു പിതാവാണ് അവിടെയുള്ളത്. അവൻ്റെ അഭാവത്തിൽ, അവൻ ദൂരെയായിരിക്കുമ്പോൾ തൻ്റെ ദുഃഖം എത്ര വലുതെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന ഒരു പിതാവാണ് അവിടുന്ന്. ദീർഘനാൾ അവനെ കാത്തിരിക്കുന്ന ഒരു പിതാവാണ്. അവനെ കെട്ടിപ്പിടിച്ച് അണയ്ക്കുന്ന ഒരു പിതാവാണ്. ഈ അനുഭവത്തിന് ശേഷം, അങ്ങനെ ഒരു അനുഭവത്തിന് ശേഷം ധൂർത്തപുത്രൻ ഈ പ്രാർത്ഥന ചൊല്ലിയാൽ എങ്ങനെയിരിക്കും എന്നാണ് നമ്മൾ ഭാവന ചെയ്യേണ്ടത്. അവനെ സ്വീകരിച്ച്, അവനെ പുത്രനായി വീണ്ടും അംഗീകരിച്ച്, മോതിരങ്ങൾ ഇടിയിച്ച്, വലിയ സദ്യ നടത്തി, നല്ല വസ്ത്രങ്ങൾ അണിയിച്ച് ശേഷം അവൻ അപ്പച്ചനെ വിളിച്ചാൽ എങ്ങനെയിരിക്കും? ആ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ വരേണ്ടത്. എത്രമാത്രം ഊർജ്ജസ്വലവും ശക്തിദായകവുമാകും അപ്പോൾ എൻ്റെ അപ്പച്ച എന്ന വിളിയും. അങ്ങനെ മനസ്സിലാക്കണമെന്ന് പിതാവ് ഈ ഉപമയിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനാൽ മാർപ്പാപ്പ പറയുന്നു, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഈ ഒരു ഉപമ വായിച്ച് പിതാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ, അല്ലയോ ദൈവമേ, അങ്ങേക്ക് സ്നേഹം മാത്രമേ അറിയുകയുള്ളോ? നമ്മൾ ചോദിക്കേണ്ടതാണ്. അങ്ങേക്കൊരു വെറുപ്പും വിദ്വേഷവും ഇല്ലേ? അതറിയില്ലേ? അങ്ങനെ ഒരു ചോദ്യം ദൈവത്തോട് ചോദിച്ചാൽ മാർപ്പാപ്പ പറയുകയാണ്, ദൈവം ഇങ്ങനെ പ്രത്യർത്തിക്കും, എനിക്ക് സ്നേഹം മാത്രമേ അറിയുകയുള്ളൂ.
നാം വീണ്ടും ചോദിക്കുകയാണെന്ന് വിചാരിച്ചോ, അവിടുന്ന് എവിടെയാണ് പ്രതികാരം? ഒരു പ്രതികാരം ചെയ്യാൻ തോന്നുന്നില്ലേ? നീതിക്കായുള്ള അവകാശത്തിൻ്റെ ഒരു ആവശ്യപ്പെടൽ അങ്ങയുടെ ഭാഗത്തു നിന്നുണ്ടാകില്ലേ? മുറിവേൽക്കപ്പെട്ട അവിടുത്തെ സൽപ്പേരിൻ്റെ പേരിലുള്ള ഒരു കോപം അവിടത്തേക്കുണ്ടാകില്ലേ എന്നൊക്കെ അങ്ങ് ചോദിച്ചാൽ, അപ്പോഴും ദൈവത്തിൻ്റെ പ്രത്യുത്തരം ഇത് മാത്രമായിരിക്കുമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്, എനിക്ക് സ്നേഹം മാത്രമേ അറിയുകയുള്ളൂ. ക്രിസ്തുമതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മനോഹരമായ ചിത്രമാണിത്. മാർപ്പാപ്പ ഇത് പല പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുണ്ട്. കാരുണ്യവർഷം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം എഴുതിയ ആ രേഖയിൽ ധൂർത്തപുത്രൻ്റെ കഥ എത്ര മനോഹരമായാണ് അവിടുന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നത് നമ്മൾ ഒരിക്കൽ കൂടി വായിക്കുന്നത് നല്ലതാണ്. ഈ ഉപമയിൽ പിതാവിൻ്റെ സ്വാഭാവികമായ രീതി ഒരു മാതാവിൻ്റെ ചൈതന്യത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത് എന്ന് ഇവിടെ പാപ്പ പറയുന്നു. അമ്മമാരാണല്ലോ തങ്ങളുടെ മക്കളോട്, കുട്ടികളോട് പൊറുക്കുന്നത്, മക്കളെ സംരക്ഷിക്കുന്നത്, അവരോട് തന്മയീഭാവശക്തി പുലർത്തുന്നത്, അവിടെ ഒരു കുറവും ഉണ്ടാകാതെ നോക്കുന്നത്. മക്കൾ അർഹിക്കുന്നില്ലെങ്കിലും അവരെ തുടർന്ന് സ്നേഹിക്കുന്നത് അമ്മമാരുടെ ഒരു പ്രത്യേക ശൈലിയാണ്. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവമായ പ്രാർത്ഥനാശീലം വളർത്താൻ ആബ എന്ന ഈ പദപ്രയോഗം എപ്പോഴും സ്മരണയിൽ ഉണർത്തിയാൽ മാത്രം മതി എന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ കാര്യമാണ് പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിലും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും നമ്മളെ ഓർമ്മിപ്പിച്ചത്, നമ്മളോട് പറഞ്ഞത്. ഈ സംബോധന തന്നെ പ്രാർത്ഥനയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് നമ്മളെ വലിച്ച് അങ്ങനെ അടുപ്പിക്കാനുള്ളൊരു ശക്തിയുണ്ടെന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു. പാപ്പായുടെ തുടർന്നുള്ള വാക്കുകൾ, ദൈവത്തെ നിങ്ങൾ അന്വേഷിച്ചില്ലെങ്കിലും അവിടുന്ന് നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഇതാണ് വലിയൊരു ബോധ്യം നമുക്കുണ്ടാകേണ്ടത്. നിങ്ങൾ അവിടുത്തെ മറന്നാലും ദൈവം നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ കഴിവുകളെല്ലാം, നിങ്ങളുടെ സിദ്ധികളെല്ലാം ഫലശൂന്യമായി ദൂർത്തടിച്ച് നിങ്ങൾ അങ്ങനെ കരുതിയാലും ദൈവം നിങ്ങളിൽ എപ്പോഴും സൗന്ദര്യം ദർശിക്കും. നിങ്ങളുടെ നന്മ അവിടുന്ന് കാണും പാപ്പ പറയുകയാണ്. അതുകൊണ്ട് ദൈവം ഒരു പിതാവ് മാത്രമല്ല, തൻ്റെ ശിശുവിനെ സ്നേഹിക്കുന്നതിന് ഒരിക്കലും കുറവ് വരുത്താത്ത മാതാവിനെ പോലെയാണ് അവിടുന്ന്. മാതാവാണ് അവിടുന്ന് എന്ന് പറഞ്ഞില്ലെങ്കിലും, അതുകൊണ്ടാണ് ഇവിടെ ഒരു മാതാവില്ല ഈ ഉപമയിൽ, കർത്താവ് പറഞ്ഞ ധൂർത്തപുത്രൻ്റെ ഉപമയിൽ. പക്ഷേ അമ്മയുടെയും ദൗത്യം നിർവഹിക്കുന്ന ഒരു അപ്പച്ചനെ നമുക്ക് അവതരിപ്പിച്ച് തരികയാണ്. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു, ഒരു ക്രിസ്ത്യാനിക്ക് പ്രാർത്ഥിക്കുക എന്നാൽ ആബ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. ഡാഡി എന്ന് വിളിക്കാനേ പറ്റുകയുള്ളൂ. പിതാവേ എന്ന് വിളിക്കാം. പിതാവേ എന്ന് പറയുമ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് ആ വിളി വരേണ്ടത്. അതൊരു ശിശുവിൻ്റെ വിശ്വാസത്തോടെ ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ധൂർത്തപുത്രനെ പോലെ ദൈവത്തിൽ നിന്നും ഏറെ അകലെയുള്ള പാതയിലൂടെ നാമും, മാർപ്പാപ്പ പറയാണ്, കടന്നു പോയിട്ടുണ്ടാകാം. ഈ ലോകത്തിൽ നാം പരിത്യക്തരാണ് എന്ന തോന്നൽ ഉളവാക്കുന്ന ഏകാന്തതയിലേക്ക് നാം ആഴ്ന്നു പോയിട്ടുണ്ടാകാം. തെറ്റുകൾ ചെയ്ത കുറ്റബോധത്താൽ സ്തബ്ധരായി നാം തീർന്നിട്ടുണ്ടാകാം. ഞാൻ കണ്ടിട്ടുണ്ട് പേടിച്ച് ജീവിക്കുന്ന ആളുകളെ, പാപം ചെയ്തതിൻ്റെ പേരിൽ ദൈവം ക്ഷമിക്കില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഈ മാർപ്പാപ്പയുടെ വാക്കുകൾ കൂടുതൽ നമ്മുടെ ഹൃദയാന്തരാളത്തിലേക്ക് കടക്കണം. മാർപ്പാപ്പ പറയണം, അത്തരം പ്രയാസമേറിയ സന്ദർഭങ്ങളിലും അങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോഴും ഒരു ശിശുവിനെ പോലെ ആബാ, അപ്പച്ച, പിതാവേ എന്ന വിളി നാം നടത്തണം. അതിനുള്ള ശക്തി നമ്മൾ വീണ്ടും കണ്ടെത്തണം. അവിടുന്ന് തൻ്റെ മുഖം നമ്മിൽ നിന്ന് അപ്പോൾ മറച്ചു വയ്ക്കുകയില്ല. ഇത് നിങ്ങൾ ഓർത്തുകൊള്ളുക. മാർപ്പാപ്പ വീണ്ടും പറയുകയാണ്, ഒരുപക്ഷെ ഒരുവന് തന്നിൽ ദൗർഭാഗ്യകരമായ കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം, തെറ്റുകൾ പറ്റിയിരിക്കാം, എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാത്ത അവസ്ഥയുണ്ടാകാം. അതും ഇതുമൊക്കെ ചെയ്തിട്ടുള്ള കൈപ്പേറിയ ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാം. മാർപ്പാപ്പ പറയുന്ന അപ്പോഴും ദൈവം തൻ്റെ മുഖം നമ്മിൽ നിന്ന് മറച്ച് വയ്ക്കുന്നില്ല. അവിടുന്ന് നിശബ്ദതയിൽ തന്നെ രഹസ്യമായി വയ്ക്കുന്നില്ല. പിതാവേ എന്ന് വിളിച്ചപേക്ഷിച്ചാൽ അവിടുന്ന് നിങ്ങൾക്ക് ഉത്തരം നൽകും. കാരണം നിങ്ങൾക്കൊരു പിതാവുണ്ട്.
അമ്മയായ ഒരു പിതാവുണ്ട്, അമ്മയെപ്പോലെയുള്ള ഒരു പിതാവുണ്ട്. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടെ പ്രാർത്ഥിക്കാനാണ് ഈ പ്രാർത്ഥനയിലൂടെ ഈ ആദ്യത്തെ പദം എടുത്തുകൊണ്ട് മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം ഇതാണ് നമ്മോട് പറയുന്നത്: നിന്നെ കാണാൻ കഴിയാത്ത വിധം എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടില്ല. നിശബ്ദതയിൽ അവിടെ നിന്ന് നമ്മളോട് പറയും, ഒരിക്കലും നിങ്ങളെ തൃക്കൺ പാർക്കുന്നതിൽ ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടില്ല. ഞാൻ എല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും നിങ്ങളോടൊത്ത് വിശ്വസ്തമായ സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ സമീപത്ത് ഞാനുണ്ട്. അതിനാൽ പിതാവേ എന്ന പ്രാർത്ഥന, ഈ വാക്ക് ഈ അർത്ഥത്തിൽ പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ നമ്മളെ ക്ഷണിക്കുകയാണ്. നോയമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു. ഈ ഒരു ചൈതന്യത്തോടെ ഈ പ്രാർത്ഥനയിലേക്കും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്കും കടക്കാൻ നമുക്ക് സാധിക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ സമയമായി തീരട്ടെ നോയമ്പ് കാലം. നമ്മളിൽ വലിയൊരു ആത്മനവീകരണം ഉണ്ടാകുവാൻ അതിടയാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെ, അതിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ച് അദ്ദേഹം മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കേൾക്കാൻ ദൈവം നമ്മളെ അനുവദിക്കട്ടെ. അനുഗ്രഹപ്രദമായ നോയമ്പ് കാലം എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസിക്കുന്നു.